അന്ന് മൗദരി പറഞ്ഞില്ലേ, സംഘപരിവാറിന്റെ കരങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണമെത്തുമെന്ന് അബ്ദുൽ നാസർ മൗദരി അന്ന് പ്രസംഗിച്ചില്ലേ? സംഘപരിവാറായിരിക്കും ഈ രാജ്യത്ത് ആരെന്ത് വസ്ത്രം ധരിക്കണം, ആരേത് മതത്തിൽ വിശ്വസിക്കണം, ആരെന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംഘപരിവാറായിരിക്കുമെന്ന് അന്ന് മൗദരി പറഞ്ഞപ്പോൾ അത് ഇന്ത്യ രാജ്യത്ത് നടക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? അങ്ങനെ കരുതിയില്ല എങ്കിൽ ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെയാണ് പേപ്പട്ടികളെ പോലെ സംഘപരിവാർ സംഘടനകൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. പശുവിന്റെ പേരിലും പോത്തിന്റെ പേരിലും അമ്പലത്തിന്റെ പേരിലും പള്ളിയുടെ പേരിലും ദേശത്തിന്റെ പേരിലും ഖാദിയുടെ പേരിലും തൊപ്പിയുടെ പേരിലും ആയിരക്കണക്കിന് നിരപരാധികളെ ഈ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ കൊല ചെയ്യപ്പെട്ടു എങ്കിൽ എന്തുകൊണ്ടാണ് ഈ സംഘപരിവാറിനെ നിയന്ത്രിക്കാനുള്ള ഒരു വൻ ജനശക്തി ഈ രാജ്യത്ത് ഉയർന്നു വരാത്തത്? എന്തുകൊണ്ടാണ് എന്ന് നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരാ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രപിതാവിനെ കൊല്ലാൻ ഒത്താശ ചെയ്തു കൊടുത്തവർ, രാജ്യത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ളവർ, വെള്ളക്കാരന്റെ കാല് പിടിച്ചവർ, ഈ രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിലടിപ്പിച്ചവർ, അവരാ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരുന്ന് ഭരണസാരത്തെ ഏറ്റെടുത്ത് ഭരണചക്രം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ചരിത്രം പോലും മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന പിന്നോക്കക്കാരനായ അംബേദ്കർ എഴുതിയ ഭരണഘടന പോലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായതിന്റെ പേരിൽ ആ ഭരണഘടന പോലും തിരുത്താൻ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സവർണ ചിന്താഗതിക്കാരായ മാടമ്പിമാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, പേര് ഞാൻ പറയുന്നില്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒരു സർവകലാശാലയുടെ രാജ്യാന്തര സെമിനാറിൽ പങ്കെടുത്തു. ആ രാജ്യാന്തര സെമിനാറിൽ പങ്കെടുത്തിട്ട് ആ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പ്രസംഗിച്ചത് എന്താണെന്നറിയോ? 1857 നടന്ന പോരാട്ടമുണ്ടല്ലോ, ആ പോരാട്ടത്തിന് പ്രേരണ നൽകിയത് സവർക്കറാണ്. ആരുടെ മുമ്പിലാ പറയുന്നത്? ആ സർവകലാശാലയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, 1857 നടന്ന പോരാട്ടം അത് വിജയം കാണാൻ അത് സ്വാധീനിച്ചത്, ആ വിജയം കാണാൻ പ്രേരണ നൽകിയത് സവർക്കറാണ് എന്ന്. ആരാ പറയുന്നത്? എന്നെ പോലെയോ നിങ്ങളെ പോലെയുള്ള ഒരു സാധാരണക്കാരനല്ല, മറിച്ച് പരന്നു വിസ്തൃത വിശാലമായി കിടക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയ ആ സർവകലാശാലയിലെ നൂറുകണക്കിന് ആളുകൾ, ബുദ്ധിജീവികളെന്ന് പറയുന്നവർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ സർവകലാശാലയിൽ പ്രസംഗിച്ചത് 1857 നടന്ന പോരാട്ടം വിജയിക്കാൻ കാരണം അത് സ്വാധീനിച്ചത് സവർക്കറാണെന്ന് പറയുമ്പോൾ സവർക്കർ ജനിച്ചത് അപ്പോഴാ 1883 പോരാട്ടത്തിന് 25 വർഷത്തിനു ശേഷം ജനിച്ച സവർക്കറാണ്. ആ സവർക്കർ ജനിക്കുന്നതിന് 2.5 പതിറ്റാണ്ട് മുമ്പ് നടന്ന പോരാട്ടത്തെ സ്വാധീനിച്ചത് എന്ന് ഇയാൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് ബിജെപിയുടെ നേതാവായ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വന്നിട്ട് ശുദ്ധ ഒരു മണ്ടത്തരം പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ട് ആ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് പോലും കാണിക്കാൻ കുടുംബത്തിൽ പിറന്ന ഒരുത്തനും ആ സർവകലാശാലയിൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ മസ്തിഷ്കം കൊണ്ടുവന്ന് ആർക്കാ പണയം വെച്ചത്? സംഘപരിവാറിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് ഇവിടത്തെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ അവരുടെ മസ്തിഷ്കം കൊണ്ടുപോയി പണയം വെച്ചില്ലേ? ആ ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുക. ആ സവർക്കർക്ക് വീർ സവർക്കർ പട്ടം കൊടുക്കാൻ പോകുകയാ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി എന്താ കൊടുക്കുന്നത്? ഭാരതരത്നം. ആർക്കാ കൊടുക്കുന്നത്? സവർക്കർക്ക്. ഏത് സവർക്കർ? പിറന്നു വീണ നാടിന്റെ മോചനത്തിനു വേണ്ടി സന്ധിയില്ലാ സമരത്തിലേർപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മൗലാന അബ്ദുൽ
അബ്ദുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ, അതുപോലെയുള്ള ധീരദേശാഭിമാനികളുടെ നേതൃത്വത്തിൽ, മഹമ്മൂദ് അൽ ഹസന്റെ നേതൃത്വത്തിൽ, മുസാഫർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ, മൗലാന മലാറുൽ ഹക്കിന്റെ നേതൃത്വത്തിൽ, സയ്യിദ് അലാവുദ്ദീൻ ഹൈദറിന്റെ നേതൃത്വത്തിൽ, ആസാദ് മൗലവിയുടെ നേതൃത്വത്തിൽ, റഹ്മത്തുള്ളാഹി ഷായുടെ നേതൃത്വത്തിൽ, പ്രൊഫസർ അബ്ദുൽ ബാരിയുടെ നേതൃത്വത്തിൽ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ധീരദേശാഭിമാനികളായ നമ്മളുടെ നേതാക്കളുണ്ടല്ലോ, മുസ്ലിം നേതാക്കൾ. ആ മുസ്ലിം നേതാക്കളുമായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വെള്ളക്കാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട്, വെള്ളക്കാരനോട് സന്ധിയാകില്ല എന്ന് പ്രഖ്യാപിച്ച്, വെള്ളക്കാരന്റെ നിറത്തോക്കിന് മുമ്പിൽ വിരുമാറി കാണിച്ചു കൊടുത്ത്, വെള്ളക്കാരനെതിരെ ഘോരഘോരം സമരം നടത്തി അങ്ങ് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തിക്കകത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആ ബ്രിട്ടീഷ് തമ്പുരാക്കന്മാരുടെ മനസ്സിൽ വിപ്ലവത്തിന്റെ ഇട്ടിമാകം സൃഷ്ടിക്കാൻ കഴിഞ്ഞ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഉണ്ടല്ലോ, മഹാത്മാഗാന്ധി, രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ്. ആ രാഷ്ട്രപിതാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കയ്യിൽ തോക്ക് വെച്ചു കൊടുക്കുന്നത് നാഥുറാം വിനായ് ഗോഡ്സെ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയുടെ കയ്യിൽ തോക്ക് വെച്ചു കൊടുത്ത് ആ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് ഗാന്ധിജിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിന് നേതൃത്വം കൊടുത്ത ആ സവർക്കർക്കാണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നത്? വീർപ്പട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടും തീർന്നില്ല. ബ്രിട്ടീഷുകാരൻ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടപ്പോൾ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന് കത്തെഴുതി. എന്ത് കത്താ എഴുതിയത്? മൗലാന മുഹമ്മദ് അലി ജൗഹർ എഴുതിയത് പോലുള്ള കത്തല്ല സവർക്കർ എഴുതിയത്. നിങ്ങൾ വീരപട്ടം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് മൗലാന മുഹമ്മദ് അലി ജൗഹറിനാണ്, അബ്ദുൽ കലാം ആസാദിനാണ്, മൊയ്തു മൗലവിക്കാണ്. ഇവരെ പോലെയുള്ള ദേശാഭിമാനികൾക്കാണ് നിങ്ങൾ വീർപട്ടം കൊടുക്കേണ്ടത്. അല്ലാതെ വെള്ളക്കാരന്റെ തടവിൽ കിടന്നുകൊണ്ട് സവർക്കർ ഒരു കത്തെഴുതുന്നു. ഏത് കത്ത്? മൗലാന മുഹമ്മദ് അലി ജൗഹർ എഴുതിയത് പോലുള്ള കത്തല്ല. മൗലാന മുഹമ്മദ് അലി ജൗഹർ ജയിലിൽ കിടന്നുകൊണ്ട് തന്റെ മകൾക്കൊരു കത്തെഴുതിയല്ലോ. ആ കത്തിനകത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്താ എഴുതിയത്? മകളെ, വെള്ളക്കാരോട് സന്ധിയാകാത്തതിന്റെ പേരിൽ ഈ വെള്ള പരീക്ഷകളെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിച്ചിട്ടല്ലാതെ ഉപ്പാക്ക് വിശ്രമമില്ല. അതിന്റെ പേരിൽ അവരെന്നെ തൂക്കിലേറ്റുകയാണെങ്കിൽ ആ തൂക്കിലേക്ക് ഞാൻ പോകുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. രണ്ടാമതായിട്ട് ഞാൻ ഭാരത് മാതാ കീ എന്ന് ഞാൻ പറയും. മൂന്നാമതായിട്ട് ഞാൻ ജയ് ഗാന്ധിജി എന്ന മുദ്രാവാക്യം വിളിക്കും. എന്നിട്ട് ഞാൻ തൂക്കുമരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിനകത്ത് നിന്ന് കത്തെഴുതിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടല്ലോ, ആ ജൗഹർ എഴുതിയത് പോലുള്ള കത്തല്ല. ഇയാൾ വീർ സവർക്കർ എന്ന് പറയുന്ന BJP-കാരൻ ഇന്ന് വീർപ്പട്ടം കൊടുക്കാൻ പോകുന്ന ആ സവർക്കർ എഴുതിയ കത്തെന്താണെന്നറിയോ? ബ്രിട്ടീഷുകാരാ, എന്നെ ഈ ജയിലിൽ നിന്ന് തുറന്നു വിടുകയാണെങ്കിൽ എക്കാലവും നിങ്ങളുടെ വിശ്വസ്ത വിധേയനായി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരന് കത്തെഴുതിയ സവർക്കർ, ആ ബ്രിട്ടീഷുകാരന്റെ പാദം നക്കിയ ആ സവർക്കർക്ക് വീർ സവർക്കർ എന്ന മുദ്ര കൊടുത്ത് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം കൊടുക്കാൻ പോകുന്നവരെ, നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന കൊടും പാതകമെന്താ? ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ധീരദേശാഭിമാനികളുടെ ആത്മാവ് നിങ്ങളോട് പൊറുക്കുമോ? ആ ആത്മാക്കളുടെ ശാപം കൊണ്ട് നിങ്ങൾ നശിച്ചു പോകുമെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികരിക്കുന്നവരെ കരിനിയമങ്ങൾ കാണിച്ചുകൊണ്ട് ഒതുക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ പിന്നോക്ക വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ RSS എന്ന് പറയുന്ന സംഘടന വരെ ഇവിടെ രൂപീകൃതമായത്. ആ ഒരു ലക്ഷ്യത്തിന്റെ പേരിലാണ് RSS രൂപീകരിക്കാൻ തന്നെ ഇയാൾക്ക് ചേതോവികാരമായത് തന്നെ ഈ പിന്നോക്ക വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തിന്റെ പേരിൽ തന്നെ 1925 സെപ്റ്റംബർ മാസം 27-ാം തീയതി ഹെഡ്ഗേവാർ, കേശവ് ബലിറാം എന്ന് തുടങ്ങിയ ചില നേതാക്കളുടെ നേതൃത്വത്തിൽ നാഗ്പൂരിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു.
എന്തിനാ നാഗ്പൂരിലെ ആ സമ്മേളനം അന്ന് വിളിച്ചു ചേർത്തത്? അന്നത് വിളിച്ചു ചേർക്കാൻ കാരണം ILP എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഡോക്ടർ അംബേദ്കർ രൂപം കൊടുത്തു. അംബേദ്കർ വിദേശ പഠനമെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഇവിടെ കാലങ്ങളായി ഇവിടത്തെ പിന്നോക്ക വിഭാഗങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് കണ്ട് ബോധ്യം വന്നപ്പോൾ ഇവിടത്തെ പിന്നോക്ക വിഭാഗങ്ങളായ 85% വരുന്ന അടിസ്ഥാന വർഗങ്ങള് ഇവിടത്തെ സവർണ മാടമ്പിമാരാൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് കണ്ട് മനോവേദന തോന്നി അംബേദ്കർ ഇവരെല്ലാം വിളിച്ചു ചേർത്ത് ILP എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അംബേദ്കർ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ 1919 ഹെഗ്ഡേവാറും MN റോയി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ സ്ഥാപകരുമായിരുന്ന ആളുകൾ ചേർന്ന് അനുശീഥൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അംബേദ്കർ ഇവിടെ ILP എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. ഇത് കണ്ടപ്പോൾ ഹെഡ്ഗേവാർ തീരുമാനിച്ചു ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ല. അയാൾ നാഗ്പൂരിൽ ചെന്നു. എന്നിട്ട് ബ്രാഹ്മണരുടെ ഒരു യോഗം, ബ്രാഹ്മണ ചെറുപ്പക്കാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ഈ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൈശ്യർ, ക്ഷത്രിയർ എന്നൊക്കെ പറഞ്ഞ് സവർണർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വേദിയിൽ പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് എല്ലാ ബ്രാഹ്മണരും ആ ചിന്താഗതിക്കാരാണ്, എല്ലാ ക്ഷത്രിയരും ആ ചിന്താഗതിക്കാരാണ്, എല്ലാ വൈശ്യരും ആ ചിന്താഗതിക്കാരാണെന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. കാരണം അബ്ദുൽ നാസർ മഅ്ദനിയുടെ വിഷയത്തിൽ പോലും ആദ്യമായി രംഗത്ത് വന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എന്ന് പറയുന്ന ബ്രാഹ്മണനായിരുന്നു. നമ്മളിവിടെ പറയുന്നത് സവർണരെയല്ല, സവർണ ചിന്താഗതിക്കാരെയാ നമ്മൾ പറയുന്നത്. ആ സവർണ ചിന്താഗതിക്കാരായിരുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹെഡ്ഗേവാറിന്റെ നേതൃത്വത്തിൽ ഈ സവർണ ചിന്താഗതിക്കാരായ ബ്രാഹ്മണ ചെറുപ്പക്കാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ഹെഡ്ഗേവാർ പ്രസംഗിച്ചു, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മളുടെ മുമ്പിൽ ഇന്നലെ വരെ ഓച്ചാനിച്ചു നിന്ന ഇവിടത്തെ പിന്നോക്ക ജാതിയുണ്ടല്ലോ, നമ്മളെ കണ്ടാൽ നമ്മളുടെ ഏഴയൽപക്കത്ത് വരാത്ത ഇവിടത്തെ പിന്നോക്ക വിഭാഗങ്ങള്, നമ്മളുടെ വീടിന്റെ മുമ്പിൽ നമ്മൾ കുഴി കുഴിച്ചിട്ട് ആ കുഴിക്കകത്ത് കഞ്ഞിയിട്ട് കൊടുക്കുമ്പോൾ നായകൾ വന്ന് കുഴിക്കകത്തിരുന്നിട്ട് കഞ്ഞി കുടിക്കുന്നത് പോലെ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ഇവിടത്തെ ഈ പിന്നോക്ക വിഭാഗങ്ങളുണ്ടല്ലോ, ആ പിന്നോക്ക വിഭാഗങ്ങളെ ഏകീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് അംബേദ്കർ ഇവിടെ ഒരു സംഘടന രൂപം കൊടുത്തിട്ടുണ്ട്. അതിൽ കുറെ മുസ്ലിങ്ങളും ആകൃഷ്ടരായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ നമുക്കിവിടെ നിലനിൽപ്പുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1925 സെപ്റ്റംബർ മാസം 27-ാം തീയതി നാഗ്പൂരിന്റെ മണ്ണിൽ വെച്ചാണ് ഹെഡ്ഗേവാറിന്റെ നേതൃത്വത്തിൽ RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അതിനുശേഷം ഇതുവരെയുള്ള RSSന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിക്കോ. ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ മുഴുവൻ, സവർണരല്ലാത്ത മുഴുവൻ ആളുകളെയും വെറും നായ്ക്കൾക്ക് തുല്യമായി കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ തെരുവോരങ്ങളിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ 22 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ നാസർ മഅ്ദനി ചൂണ്ടിക്കാണിച്ചിരുന്നു. സംഘപരിവാർ രാജ്യത്തിന് അപകടമാണ്. ഒരു മഅ്ദനിയെ മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സംഘപരിവാർ ആപത്താണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ ജനങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം UAPA പ്രകാരം 2 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത വിഷയം ഇവിടെ പ്രസംഗിച്ചു. ആ 2 ചെറുപ്പക്കാരിൽ ഒതുങ്ങാൻ പോകുന്ന കാര്യമല്ല. ഒരു പക്ഷേ നാളെ മാഹിം ബാദുഷാ മൗലവിയെയും അറസ്റ്റ് ചെയ്യാം. അതുപോലെ എന്നെ പോലെയുള്ള 100 കണക്കിന് ആളുകളെ ഒരു പക്ഷേ UAPA ഉയർത്തിക്കാട്ടിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാം. കാരണം അംബേദ്കറുടെ ഭരണഘടനയിൽ അംബേദ്കർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, everyone has the right to freedom of opinion and expression എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ അവകാശ സ്വാതന്ത്ര്യം അഭിപ്രായം പറയാനുള്ള, അത് പ്രകടിപ്പിക്കുവാനുള്ള അവകാശം ആർട്ടിക്കിൾ 19 ഭരണഘടനാ ശില്പി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ
ആ ഭരണഘടനയെ പോലും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്കാണ് സംഘപരിവാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി ചിന്തിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പ്രബല വിഭാഗമായ മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായത്തെ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യ ചരിത്രം പരിശോധിക്കുമ്പോഴും വെള്ളക്കാരൻ ഇവിടെ നിന്ന് ഓടാൻ കാരണം മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായമാണ് വെള്ളക്കാരൻ ഇവിടെ നിന്ന് ഓടാൻ കാരണം എന്താ? വെള്ളക്കാരൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് ഭയപ്പെടുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ, അത് മുസ്ലിങ്ങളെയാ. കാരണം മുസ്ലിങ്ങള് രാജ്യത്തിന് വേണ്ടി പടപൊരുതാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവര് ജീവിക്കാൻ വേണ്ടിയല്ല ഇറങ്ങുന്നത്, മറിച്ച് രാജ്യത്തിന് വേണ്ടി പിറന്നു വീണ മണ്ണിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ മരിക്കാനിറങ്ങുന്ന ഒരു വിഭാഗത്തോട്, ജീവിക്കാൻ വേണ്ടി പടപൊരുതുന്ന ഒരു വിഭാഗത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് വെള്ളക്കാരൻ ഈ രാജ്യത്ത് നിന്ന് പോകാൻ തയ്യാറാകുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അംബേദ്കർ ഭരണഘടനയെല്ലാം എഴുതിയതിനു ശേഷം, ഭരണഘടന എഴുതി ചേർത്തതിനു ശേഷം അംബേദ്കറുടെ ഒരു അഭിപ്രായം ഭരണഘടനയിൽ എഴുതി ചേർത്തു. എന്താണെന്നറിയോ? നോ ഗവൺമെന്റ് ക്യാൻ എക്സസൈസ് ഇറ്റ്സ് പവർ ഇൻ സച്ച് എ മാനർ as to provoke the Muslim community to rise in rebellion. I think it would be a mad government if it did so എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന എഴുതിയതിനു ശേഷം അംബേദ്കർ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഭരണഘടനയിൽ എഴുതി വെച്ചു. എന്താ അദ്ദേഹത്തിന്റെ അഭിപ്രായം? ഭരണഘടന മുഴുവൻ എഴുതി ചേർത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അദ്ദേഹം എഴുതി, നോ ഗവൺമെന്റ് ക്യാൻ എക്സസൈസ് ഇറ്റ്സ് പവർ ഇൻ സച്ച് എ മാനർ. ഒരു ഗവൺമെന്റും, ഏത് ഗവൺമെന്റ് ആയാലും അധികാരത്തിൽ ഇരുന്നിട്ട് ഒരു ഗവൺമെന്റും അവരുടെ പവർ ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കരുത്. അംബേദ്കർ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി ഫണ്ടമെന്റൽ റൈറ്റ്സ് എഴുതിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായം എഴുതി വെച്ചതാ, as to provoke the Muslim community. മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രകോപിപ്പിച്ചുകൊണ്ട് തെരുവിലിറക്കുന്ന രീതിയിൽ ഏത് ഗവൺമെന്റ് വന്നാലും ഒരു തീരുമാനം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലെടുക്കരുത് എന്ന് അംബേദ്കർ എഴുതി വെച്ചു. എന്നിട്ട് നിർത്തിയില്ല. To rise in rebellion, I think it would be a mad government if it did so. എഴുതി വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു മന്ദബുദ്ധിയായ ഗവൺമെന്റിനല്ലാതെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച് ഇറക്കുന്ന ഒരു തീരുമാനം അവർക്കെതിരായിട്ട് എടുക്കാൻ ഒരു മന്ദബുദ്ധിയായ ഗവൺമെന്റിനല്ലാതെ കഴിയില്ല. ഇതിപ്പോ മന്ദബുദ്ധിയായ ഒരു ഗവൺമെന്റ് ആയിരിക്കുമല്ലോ, ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആയിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാതന്ത്ര്യ സമരത്തിന് പോലും റോട്ടിലിറങ്ങിയത് അത് ജീവിക്കാനുള്ള ആഗ്രഹത്തോടെയല്ല, മരിക്കാനുള്ള ആഗ്രഹത്തോടെയാ. അബ്ദുൽ നാസർ മഅ്ദനിയെ പോലും തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ ആ മഅ്ദനി പോലും പറഞ്ഞു, ഈ രാജ്യത്തിനെതിരെ സൗദി അറേബ്യ, നമ്മളെല്ലാം പുണ്യമായിട്ട് കരുതുന്ന രാജ്യമാണ് സൗദി അറേബ്യ, ആ മക്കയും മദീനയും എല്ലാം അടങ്ങുന്ന ആ പുണ്യമെന്ന് ആ സൗദി അറേബ്യ ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി വന്നാൽ, ഇന്ത്യയുടെ പട്ടാളം തികയാതെ വന്നാൽ, സിവിലിയന്മാരെ ആവശ്യം വന്നാൽ, ഒന്നരക്കാലിൽ ഞൊണ്ടിയായാലും ഈ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ മുമ്പിലുണ്ടാകുമെന്ന് അബ്ദുൽ നാസർ മഅ്ദനി പോലും പ്രസംഗിച്ചിട്ടുണ്ട്. ആ മഅ്ദനി ആ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത്, ആ മഅ്ദനി ആ തീവ്രവാദി എന്ന് വിളിക്കുന്നത് ആരാ? ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ, ഏറ്റവും വലിയ വർഗീയവാദികൾ, ഏറ്റവും വലിയ തീവ്രവാദികൾ, ഏറ്റവും വലിയ ഭീകരവാദികൾ. അവരാ അബ്ദുൽ നാസർ മഅ്ദനിയെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയും ഒക്കെ രാജ്യദ്രോഹികളും തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.